ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറയുന്നത് പാലക്കാട്ടുകാരുടെ സ്പെഷ്യൽ ആയിട്ടുള്ള കായച്ചാറാണ്. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കിയാലോ. ഇത് നെയ്ച്ചോറിനും ബിരിയാണിക്കും ഒക്കെ അടിപൊളി ബെസ്റ്റ് ആയിട്ടുള്ള കറിയാണ്. അപ്പോൾ അതിലേക്ക് ഒരു അരമുറി അല്ലെങ്കിൽ അതിൽ കൂടുതൽ കുറച്ച് തേങ്ങ ചിരവിയത്, അതിലേക്ക് 1 ടേബിൾ സ്പൂൺ പെരിഞ്ചീരകവും ചേർത്ത് 1/2 ഗ്ലാസ് വെള്ളവും കൂടി ചേർത്ത് നന്നായിട്ട് പേസ്റ്റ് പോലെ അരച്ചെടുക്കുക. പേസ്റ്റ് പോലെ അരച്ചെടുത്താൽ ഒന്ന് മാറ്റി വയ്ക്കാം നമുക്ക്. എന്നിട്ട് അതിലേക്ക് കുറച്ച് ഓയിലാണ് ചേർക്കുന്നത്. നമ്മൾ പാകത്തിനുള്ള എണ്ണ ചേർക്കുക. അതിലേക്ക് ചൂടായതിന് ശേഷം ഒരു ടീസ്പൂൺ ഉലുവ, അതൊന്ന് പൊട്ടിയതിന് ശേഷം അതിലേക്ക് കുറച്ച് കറിവേപ്പിൻ്റെ ഇല നന്നായിട്ട് മൂത്തതിന് ശേഷം നമുക്ക് അതിലേക്ക് നമ്മൾ 2 മീഡിയം സൈസ് സവാളയാണ് എടുത്തത്. ആ സവാള നമുക്ക് നന്നായിട്ടൊന്ന് ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഇളക്കാം. ഒന്ന് നന്നായിട്ട് വഴണ്ടി വരാൻ വേണ്ടിയിട്ട് നമ്മൾ 1 ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്തിട്ടുണ്ട്. അതുകൂടി ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. പിന്നെ നമ്മളൊരു 5-6 പച്ചമുളകാണ്, അരിഞ്ഞിട്ടൊന്നുമില്ല, അങ്ങനെ ഇട്ട് കൊടുക്കുക. നന്നായിട്ട് ഇളക്കി വഴണ്ടി വരുമ്പോഴേക്കും നമുക്കൊരു 3 തക്കാളി നന്നായിട്ട് പഴുത്തത് തക്കാളി കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ട് നമുക്ക് ഇളക്കി കൊടുത്ത് വഴണ്ടി വരുന്ന വരെ ഒന്ന് വെയിറ്റ് ആക്കാം. നമുക്ക് നന്നായി വഴണ്ടി വന്നിട്ടുണ്ട്. എന്നിട്ട് ഇനി നമ്മളിതിലേക്ക് ആഡ് ചെയ്യാൻ പോകുന്നത് 1 ടീസ്പൂൺ ഇഞ്ചി ചതച്ചതാണ്, 1 ടീസ്പൂൺ വെളുത്തുള്ളി ചതച്ചതും. എന്നിട്ട് രണ്ടും കൂടി നന്നായിട്ട് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് ഇനി അതിലേക്ക് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടു, ഒരു 3 ടീസ്പൂൺ മല്ലിപ്പൊടി, പിന്നെ നമ്മൾ ആഡ് ചെയ്യുന്നത് ഒരു 3 ടീസ്പൂൺ മുളക് പൊടിയാണ്. അതിലേക്ക് നമുക്ക് ഇഷ്ടമുള്ള ഓരോരുത്തരുടെ എരിവിനനുസരിച്ച് നമുക്ക് ചേർക്കാം കേട്ടോ മുളക് പൊടിയൊക്കെ. പിന്നെ 1 ടീസ്പൂൺ ഗരം മസാല, ഉപ്പ് പാകത്തിന് ഒരു 1.5 ടീസ്പൂൺ ഉപ്പ് ഇട്ടിട്ടുണ്ട്. ഇതെല്ലാം കൂടി നന്നായിട്ട് എണ്ണയിലൊന്ന് മൂത്ത് വരുന്നവരെ മസാലപ്പൊടികളൊക്കെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. നന്നായിട്ട് മൂത്ത് വരട്ടെ. ഇനി നമ്മൾ അതിലേക്ക് കുറച്ച് ചിക്കൻ പീസസ് ആണ് ഇടുന്നത്. ചിക്കൻ്റെ പീസ് എന്ന് പറയുമ്പോൾ നിറയെ ചിക്കനൊന്നും വേണ്ട, നമുക്കിതിലേക്ക് കുറച്ച് മതി, ഒരു 10-15 പീസ്. പിന്നെ നമുക്കിതിൽ ഇത് ബീഫ് വെച്ചിട്ടോ മട്ടൺ വെച്ചിട്ടോ ഒക്കെ ചെയ്യാം നമുക്ക് ഈ കറി. അങ്ങനെ ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സായി. ഇനി നമ്മളിതിലേക്ക് 10 പീസ് മുരിങ്ങക്കായ, പിന്നെ ഒരു 2 മീഡിയം സൈസ് നമ്മൾ ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട്, അതും ചേർക്കാം. പിന്നെ കുമ്പളങ്ങ, അത് നമ്മളൊരു അരമുറി കുമ്പളങ്ങ ചേർത്തിട്ടുണ്ടാവും. ഈ കറിയിലേക്ക് കുമ്പളങ്ങ ഭയങ്കര ടേസ്റ്റാണ്, അപ്പോൾ അതുകൊണ്ട് കുറച്ച് കൂടുതൽ ഇടുന്നത് നല്ലതായിരിക്കും. ഇഷ്ടമുള്ള ആൾക്കാർക്ക് ഇടാം കേട്ടോ. അങ്ങനെ നമ്മളങ്ങനെ കുമ്പളങ്ങ ചേർത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഒരു വാഴയ്ക്കാണ് ചേർത്തിരിക്കുന്നത്. എന്നിട്ട് എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്യുക. എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് നമുക്കിതിൽ ആവശ്യത്തിന് ഈ പച്ചക്കറിയും ചിക്കനൊക്കെ വേവാനുള്ള വെള്ളം നമ്മൾ ഒഴിച്ചു കൊടുക്കുക. നമ്മളിപ്പോൾ 2 കപ്പ് വെള്ളമാണ് ഒഴിച്ചിട്ടുള്ളത്. ഈ പച്ചക്കറിയും ചിക്കനൊക്കെ വേവണ്ടേ, അതിന് വേണ്ടിയിട്ടുള്ള വെള്ളം. നന്നായിട്ട് ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് പിന്നെ ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് പിന്നെ കുറച്ച് മല്ലിയില കൂടി ഇട്ട് നമുക്ക് ഒന്ന് അടച്ച് വെച്ച് നന്നായിട്ട് വേവിക്കാം. ഇടയ്ക്കിടയ്ക്ക് ഒന്ന് തുറന്ന് ഇളക്കി കൊടുക്കുന്നത് നല്ലതായിരിക്കും. അങ്ങനെ നന്നായിട്ട് വേവിക്കുക പച്ചക്കറിയും ചിക്കനൊക്കെ. പിന്നെ നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത് എന്താ വെച്ചാൽ ഒരു നാരങ്ങ വലുപ്പത്തിലുള്ള ഒരു പുളിയാണ്. നമ്മൾ സാധാരണ പുളിവെള്ളം പിഴിഞ്ഞതാണ്. ഒരു നാരങ്ങ വലുപ്പത്തിലുള്ളത് എടുത്ത് നന്നായിട്ട് പിഴിഞ്ഞ് ചേർക്കുകയാണ് ചെയ്യുന്നത്, ചെറിയൊരു പുളിപ്പിന് വേണ്ടിയിട്ട്. പക്ഷെ അധികം പുളിയാവരുത് കേട്ടോ. പിന്നെ നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത് എന്താ വെച്ചാൽ സാധാരണ പരിപ്പ് കുക്ക് ചെയ്ത പരിപ്പാണ് ചേർക്കുന്നത്. അത് നന്നായിട്ട് ഉടഞ്ഞു പോകാൻ പാടില്ല പരിപ്പ്. അങ്ങനെ ഒരു കപ്പ് പരിപ്പും പിന്നെ നമ്മൾ രണ്ടാമതായിട്ട് ചേർക്കുന്നത് കടലപ്പരിപ്പ് വേവിച്ചതാണ്. അതും ഒരു കപ്പ്. നന്നായിട്ട് ഉടഞ്ഞു പോവാതെ
കുറച്ച് പരിപ്പായിട്ട് നമുക്ക് കാണണം, എന്നാൽ വെന്തിട്ടുണ്ടാവും. അങ്ങനത്തെ പരിപ്പ് അങ്ങനെയാണ് ചേർക്കുന്നത്. പിന്നെ നേരത്തെ അരച്ച് വെച്ചതിന് ഫസ്റ്റ് നമ്മൾ അരച്ച് വെച്ച തേങ്ങയും ചേർത്ത് ബാക്കി അതിലേക്ക് കുറച്ച് വെള്ളവും ചേർത്ത്, അതായത് തേങ്ങ അരച്ചതിലേക്ക് ജാറിലേക്ക് കുറച്ച് വെള്ളമൊക്കെ ചേർത്ത് അതൊക്കെ കൂടി മിക്സ് ചെയ്യുക. നന്നായിട്ട് മിക്സ് ചെയ്യുക. തേങ്ങ അരച്ച് ചേർത്തതിന് ശേഷം ഒരുപാട് തിളപ്പിക്കരുത് കറി. ഒരു ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒരു 10 മിനിറ്റോളം നമുക്കൊന്ന് തിളപ്പിക്കാം. ചെറുതായിട്ട് ഈ തിള വരുന്നവരേക്ക് തിളപ്പിക്കുക. എന്നിട്ട് കുറച്ച് കറിവേപ്പിൻ്റെ ഇലയും മല്ലിയിലയൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ തലക്കടൻ കായച്ചാർ എന്ന് പറയുന്നത്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യാൻ, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവരും കറി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക.